മാറ്റി ഈ കാല് ഇങ്ങനെ നിങ്ങൾ വെക്കരുത്. ഈ കാലുകൾ എങ്ങനെയാണ്, വലത്തേക്കാൽ എങ്ങനെയാണ് വെക്കേണ്ടത്, ഇടത്തേക്കാൽ എങ്ങനെയാണ് വെക്കേണ്ടത്, കൃത്യമായിട്ട് കാലുകൾ എങ്ങനെ വെച്ചാലാണ് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും എന്ത് ചെയ്യും, ഈ ആശ്രട്ട തപ്പും. കാരണം എന്താ, കൃത്യമായിട്ടല്ല കാല് വെക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആശ്രട്ട തപ്പാൻ പോകുന്നത്. എനിക്ക് കാലിന് നീളമില്ലാത്തത് തോന്നും. ഈ വീഡിയോ കാണുന്ന ഞാൻ ഇപ്പൊ തരാം, നിങ്ങൾക്ക് ആർക്കും കാലിന് നീളക്കുറവൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് എത്ര നീളക്കുറവുള്ള ഒരാൾക്കും കൃത്യമായിട്ട് കാലുകൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് ഓടിക്കാൻ കഴിയും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കാല് വെക്കാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തപ്പാൻ പോകുന്നത്. കാല് നീളമില്ലാതായിട്ടൊക്കെ തോന്നുന്നത്. കൃത്യമായിട്ടല്ല വെക്കുന്നത്. ഞാൻ എന്റെ ക്ലാസ്സിന് വരുന്നവരോട് കാണിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങളുടെ കാല് വെക്കുന്നത് ശരിയല്ല, ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 മണിക്കൂർ അതിന് വേണ്ടി സമയം കളയും, കാല് കൃത്യമായിട്ട് വെക്കാൻ വേണ്ടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലർക്കും ഒരു പ്രയാസം വീട്ടിൽ കിടക്കുന്ന വാഹനം ക്ലച്ച് ഉള്ള കാരണത്താലാണ്. ഈ ക്ലച്ച് കൺട്രോളിങ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കാർ പോർച്ച് കിടക്കുന്ന ഒരു വണ്ടി എടുക്കാനാണെങ്കിലും, വീടിന്റെ മുറ്റത്ത് എടുക്കാനാണെങ്കിലും, ഇടിക്കുന്ന സ്ഥലത്ത് എടുക്കാനാണെങ്കിലും, ട്രാഫിക്കിൽ എടുക്കാനാണെങ്കിലും, റിവേഴ്സ് എടുക്കുന്ന സമയത്തെല്ലാം കൺട്രോളുകൾ തെറ്റിപ്പോകുന്നു. കൃത്യമായിട്ട് ആ ക്ലച്ച് സ്റ്റീൽ ചെയ്തൊരു വാഹനം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തൊരു വാഹനം എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ഞാനിത്. അറിയാവുന്ന ആരും ഇത് കാണുന്നില്ല, കാരണം അവർക്ക് അറിയാം. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. നമ്മുടെ ചാനൽ അതുകൊണ്ടാണ് കാണുന്നത്. അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിലും ഈ പേര് തന്നെയാണ്, ജോ ഡ്രൈവിംഗ് എന്ന പേര് തന്നെയാണ് ഇൻസ്റ്റായും, അതുപോലെ തന്നെ ഫേസ്ബുക്കും യൂട്യൂബും അതുവഴിയാണ് കാണുന്നത്. ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പരിചയത്തിലുള്ള ഒരുപാട് പേരുണ്ട് ലൈസൻസും കൈവച്ച് വാഹനം വിട്ടുണ്ടായിട്ടും സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറുകയില്ല. അവരോട് ചോദിച്ചാൽ പറയാം ഞാൻ പഠിച്ചതാ, പക്ഷെ സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കയറാൻ പറയുമ്പോൾ പേടിയാ. അപ്പോൾ പഠിച്ച ഒരാൾക്ക് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കയറാൻ എന്താ പേടി? അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതായത് പലർക്കും പ്രയാസകരമായ കാര്യമാണ് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നവർക്ക്. ഒന്ന് സ്റ്റിയറിംഗിന്റെ ബാലൻസ്, ഒന്ന് ഗിയർ, ഒന്ന് ക്ലച്ച്. ഇത് കൃത്യമായിട്ടൊരു കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ക്ലച്ചിനെ പറ്റിയാണ്. അപ്പൊ എങ്ങനെയാണ് ക്ലച്ചിന്റെ കൺട്രോൾ കൃത്യമായിട്ട് തെറ്റാതെ എങ്ങനെ ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാം, എന്തിനെല്ലാമാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് എന്നതിനെ ഡീറ്റെയിൽ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ആദ്യമേ ക്ലച്ചിൽ നമ്മൾ കാല് വെക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ വിരലിന്റെ ഭാഗം കൊണ്ട് ചവിട്ടരുത്. അതുപോലെ തന്നെ ഒരുപാട് കയറിയും പോകരുത്. അതാണ് ഇതുപോലെ കണ്ടാ, ഇങ്ങനെ കയറിയും പോകരുത്. അതുപോലെ തന്നെ വിരലിന്റെ ഭാഗം കൊണ്ട് ആകരുത്. അപ്പൊ ഈ വിരലിന്റെ ഭാഗം കൊണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് തെറിച്ചു പോകുന്നതും അതുപോലെ തന്നെ ഭയങ്കര കട്ടിയായിട്ടൊക്കെ തോന്നുന്നതും. അതേപോലെ തന്നെ കയറി പോകുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു കൺട്രോൾ കിട്ടാത്തത്. എവിടെ കറക്റ്റായിട്ട് ആകുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കറക്റ്റായിട്ട് നിൽക്കുമെന്നും അതുപോലെ തന്നെ കൃത്യമായിട്ട് കിട്ടാത്തതിന്റെ കാരണം. അപ്പൊ എവിടെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട്, ഈ വിരൽ എല്ലാ വിരലും അതിൽ ഉണ്ടായിരിക്കണം. ആ ഒരു ഭാഗം കൊണ്ട് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗം കൊണ്ട് വേണം നിങ്ങൾ ക്ലച്ച് ചവിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ എടുക്കും. നമുക്ക് തന്നെ അറിയാം താഴെ 0, മുകളിൽ 100. ഞാനൊരു കണക്ക് തരികയാണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഹാഫ് ക്ലച്ച് എന്നൊക്കെ പറയാറുണ്ട്. ഈ സത്യത്തിൽ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ സംഗതി ഇല്ല. ഒരു ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. കാരണം ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ, എന്തിന്റെ പകുതിക്കാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. പഴയ വണ്ടിയും പുതിയ വണ്ടിയും എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഒരു ഹാഫ് ക്ലച്ച് ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. കാരണം ഈ ഒരു ഹാഫ് ക്ലച്ച് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താ, ഇത് താഴെ കൊണ്ടുപോയിട്ട് ഇത് മുകളിൽ വരുന്നത് അതിന്റെ പകുതിക്കാണ് ക്ലച്ച് ഹാഫ് ക്ലച്ച് എന്നാ പറയുന്നത്. അപ്പൊ ഈ പ്ലേ കൂടുതലുള്ള വണ്ടി തന്നെ നമ്മൾ ഇപ്പൊ ഫുള്ളായിട്ട് ചവിട്ടി എടുത്ത് വിട്ടു, കണ്ട് ഇവിടെ കൊണ്ട് നിന്നു. ഞാനിപ്പോ ഈ പ്ലേ തന്നെ വരുമ്പോൾ പകുതി ആവുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, ഹാഫ് ക്ലച്ച്. നമ്മൾ അങ്ങനെയല്ല ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. നമ്മൾ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം നമ്മളൊരു ഗിയറിൽ ഇട്ടതിന് ശേഷം വണ്ടി മുമ്പോട്ട് എടുക്കുന്ന സമയത്ത് ഒരു ജെർക്കിങ്ങിന്റെ സൗണ്ട് ഉണ്ടാകും. ബൈറ്റിംഗ് പോയിന്റ് എന്നാണ് അതിന്റെ പേര്. ബൈറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, എന്തിനും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. അപ്പം ഹാഫ് ക്ലച്ച് നല്ല പറഞ്ഞ് പഠിക്കേണ്ടത് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് എന്ന് വേണം പറഞ്ഞു പഠിക്കുക. അപ്പൊ നമ്മൾ ഈ ബൈറ്റിംഗ് പോയിന്റ് വന്നതിന് ശേഷം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഒരു വാഹനം എടുക്കേണ്ടത്. ചിലപ്പം കാർ പോർച്ചിൽ നിന്നായിരിക്കും, ചിലപ്പോൾ വീടിന്റെ മുറ്റത്തു നിന്നായിരിക്കും, ചിലപ്പോൾ ഇടുങ്ങിയ സ്ഥലത്തു നിന്നായിരിക്കും, ചിലപ്പോൾ ട്രാഫിക്കിലായിരിക്കും, അപ്പൊ വണ്ടികൾ കൂടുതൽ കിടക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കും, അതുപോലെ റിവേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ സംഗതികളിലെല്ലാം വരുന്ന നമുക്ക് സ്പേസ് ഇല്ലാത്തടത്ത് തന്നെ കാണാൻ, നമുക്ക് മുൻപോട്ട് ഓടാനുള്ള സ്ഥലം ഇല്ലാത്തത് എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് പോകരുത്. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂട്ടാൻ മാത്രമേ ഉള്ളൂ. ഒരു വണ്ടിയെ നിയന്ത്രിക്കുന്നത് മൊത്തം ആരാ, ക്ലച്ചാണ്. അപ്പൊ നമ്മൾ ആ ക്ലച്ചാണ് തീരുമാനിക്കേണ്ടത്. സ്പീഡിൽ പോകണോ കൺട്രോൾ നിർത്തുന്നതെല്ലാം ആരാണ്, ക്ലച്ചാണ്. അപ്പൊ നമ്മുടെ ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടുന്നുണ്ട്. കാരണം ക്ലച്ചിൽ നിന്ന് കൂടുതലായിട്ട് കാല് നിങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ്. നമുക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് ഒരു വണ്ടി മുൻപോട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്പേസ് കുറവാണ്. അപ്പം വണ്ടിയുടെ ക്ലച്ചിൽ നിന്ന് കാലിട്ട് ഒരു ബൈറ്റിംഗ് പോയിന്റ് വരുന്ന സമയത്ത് വാഹനം ഉരുണ്ട് തുടങ്ങി. നമുക്ക് അതിൽ കൂടുതൽ ക്ലച്ചിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്ലച്ചിന്റെ മുകളിലേക്ക് ഇനിയും പിന്നെ കാലെടുക്കരുത്. ഈ മുകളിലേക്ക് അറിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ വണ്ടി സ്പീഡ് പോകാനുള്ള കാരണം. അപ്പൊ നമുക്ക് ചെറിയൊരു അനക്കം വരുന്ന സമയത്ത് നമുക്ക് അത് മതിയോ, സ്റ്റിൽ ചെയ്ത് വെക്കുക. കാര്യം മുകളിലോട്ടും പോയി താഴോട്ടും വേണം. കാരണം താഴോട്ട് പോകുന്നതോറും പിന്നെ സംഭവിക്കും, ആ വണ്ടി റണ്ണിങ് ഇല്ലാതെ ആകുകയോ അല്ലെങ്കിൽ ന്യൂട്രലായി പോവുകയോ ചെയ്യും.
കാരണം നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന പോലെ ആയിപ്പോ. അപ്പൊ ആ ബൈറ്റിംഗ് പോയിന്റ് നിന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പിന്നെ സ്വല്പം ഒന്ന് അനങ്ങി കഴിയുമ്പോൾ വണ്ടി മുൻപോട്ടൊന്ന് നീങ്ങാൻ തുടങ്ങുകയുള്ളൂ. നമുക്ക് കൺട്രോൾ ചെയ്തൊരു വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ. ഉദാഹരണത്തിന് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അതായത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വണ്ടി പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലച്ചിന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഞാൻ ബ്രേക്കിൽ നിന്ന് മാറ്റി ഈ കാല് ഇങ്ങനെ നിങ്ങൾ വെക്കരുത്. ഈ കാലുകൾ എങ്ങനെയാണ്, വലത്തേക്കാൽ എങ്ങനെയാണ് വെക്കേണ്ടത്, ഇടത്തേക്കാൽ എങ്ങനെയാണ് വെക്കേണ്ടത്, കൃത്യമായിട്ട് കാലുകൾ എങ്ങനെ വെച്ചാലാണ് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാരും എന്ത് ചെയ്യും, ഈ ആക്സിഡന്റ് തപ്പും. കാരണം എന്താ, കൃത്യമായിട്ടല്ല കാല് വെക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആക്സിഡന്റ് തപ്പാൻ പോകുന്നത്. എനിക്ക് ഈ കാലിന് നീളമില്ലാത്തതായിട്ട് തോന്നും. ഈ വീഡിയോ കാണുന്ന ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ആർക്കും കാലിന് നീളക്കുറവൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് എത്ര നീളക്കുറവുള്ള ഒരാൾക്കും കൃത്യമായിട്ട് ഒരു കാലുകൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് ഓടിക്കാൻ കഴിയും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാല് വെക്കാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ തപ്പാൻ പോകുന്നത്, ആക്സിഡന്റ് തപ്പാൻ പോകുന്നത്, കാലിന് നീളമില്ലാതായിട്ടൊക്കെ തോന്നുന്നത്. കൃത്യമായിട്ടല്ല വെക്കുന്നത്. ഞാൻ എൻ്റെ കൂടെ ക്ലാസ്സിന് വരുന്നവരോട് കൃത്യമായിട്ടും ഞാൻ അത് കാണിച്ച് കൊടുക്കാറുണ്ട്. നിങ്ങളുടെ കാല് വെക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2-3/4 മണിക്കൂർ അതിന് വേണ്ടി സമയം കളയും, കാല് കൃത്യമായിട്ട് വെക്കാൻ വേണ്ടി. കാരണം നമ്മുടെ കയ്യും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അത് കൃത്യമായിട്ട് ഇരുന്നാൽ മാത്രമേ എന്തുള്ളൂ, നമുക്കൊരു വാഹനം നിർത്തണമെന്നുണ്ടെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ വാഹനം നിർത്താനും എടുക്കാനൊക്കെ കഴിയത്തുള്ളൂ. അപ്പം ഈ ഒരു വാഹനം എടുത്ത് ഞാൻ കാണിക്കുക. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ക്ലച്ച് കണ്ട, നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോഴൊന്നും വണ്ടി അനങ്ങുന്നില്ല. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു ബൈറ്റിംഗ് പോയിന്റ് വന്നു കണ്ട, അവിടെ നമുക്ക് ഒരു പോയിന്റ് എടുക്കുകയാണ്. ഒരു പോയിന്റ് എടുത്തപ്പോ കണ്ടോ, ഈ വണ്ടി മൂവ് ആകാൻ തുടങ്ങി. കണ്ടോ. അപ്പൊ എനിക്ക് അത്ര സ്പീഡ് മതി എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്റെ കാല് മുകളിലോട്ട് ക്ലച്ചെന്ന് പോകണ്ട, ഈ ഒരു സ്പീഡിൽ തന്നെ കറക്റ്റ് ആയിട്ട് പോകും. അഥവാ ഈ വണ്ടി സ്പീഡിൽ പോകണം എന്നുണ്ടായ കാരണം എന്താ, ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടല്ല, നോക്കിക്കോണം. ഞാൻ ഇപ്പൊ എടുക്കുമ്പോ ഈ ഒരു മൂവ്മെന്റും ഈ ഒരു മൂവ്മെന്റ് നിങ്ങൾ കണ്ടോ, ആ സ്പീഡിൽ പോകാനുള്ള ആക്സിലേറ്റർ കൊടുത്തിട്ടല്ല. കാരണം എന്താ, ആ ക്ലച്ചിൽ നിന്ന് കൂടുതലായിട്ട് കയറി പോയോണ്ടാണ്. അപ്പൊ എനിക്ക് അത്രയും സ്പീഡ് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ക്ലച്ചിന്റെ മുകളിലോട്ട് കാലെടുക്കാതെ നമുക്ക് എത്രത്തോളം വേണോ അവരാണ് മുഴുവൻ നിയന്ത്രിക്കണം. നമ്മൾ സ്റ്റിയറിംഗെ കടന്ന് തിരിച്ചു പിടിച്ചോണ്ടോ അല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ കടന്ന് വെള്ളം വെച്ചോണ്ട് ഗിയറി പിടിച്ചോണ്ടോ ഈ വണ്ടിയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയത്തില്ല. നിയന്ത്രിക്കുന്ന മൊത്തം ആരാണ്, ക്ലച്ചാണ്. കേട്ടോ. അപ്പൊ നമുക്ക് അത്ര സ്പീഡ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരു കെയർ ചെയ്തുകൊണ്ട് പരുവത്തിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, ഒരു വണ്ടി എടുക്കാം. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് എടുത്തെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയാണ്, അതിയായ ആഗ്രഹമാണ്. ലൈസൻസ് കയ്യിലോട്ട് വാഹനം വീട്ടിലുണ്ട്, സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറില്ല, ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ഞാൻ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. ആ ട്രിക്കും ടിപ്സും വീഡിയോ പറയത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല മിസ്റ്റേക്കുകളാണ്. കാരണം നിങ്ങൾ 1-2 പ്രാക്ടീസിന് പോയിട്ടും പലരും പല രീതിയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളും അത് രീതിയിൽ ഇരിക്കുകയാണ്, ഇന്ന മിസ്റ്റേക്കാണ്. കാരണം ഞാൻ ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമേ ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക്, എന്താണ് വണ്ടി ഓടിച്ചിട്ട് നിങ്ങളുടെ കൂട്ടിരുന്ന ആൾ എന്താ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറഞ്ഞത്, എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുക, കൂട്ടിരുന്ന ആൾ എന്താ പറഞ്ഞു തന്നെന്ന് ചോദിക്കും. അവർ പറഞ്ഞ് ഇത് ഇന്ന മിസ്റ്റേക്കാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയാൻ നോക്കട്ടെ, ഞാൻ കയറി ഇരിക്കുമ്പോൾ ഞാൻ പറയാം, വെറുതെ ഡ്രൈവിംഗ് സീറ്റ് കയറ്റി ഇരുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാൻ പറയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിക്കോ, ഇന്നല്ല നിങ്ങൾ പറഞ്ഞല്ല മിസ്റ്റേക്ക്, ഇന്നതാണ് മിസ്റ്റേക്ക്, ഇന്ന മിസ്റ്റേക്ക് മാറിയാൽ നമുക്ക് വണ്ടി ഓടിക്കാം. അതുകൊണ്ടാണ് നല്ല തിരക്കുകളിലൂടെ ആണെങ്കിലും നിങ്ങളെ കാണിച്ചുകൊണ്ട് ലൈവായിട്ട് തന്നെ ആ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലൂടെ ഇടാനുള്ള കാരണം, സ്റ്റിയറിംഗെ പോലും തൊടാതെ വണ്ടിയെ ഓടിപ്പിക്കാനുള്ള കാരണം. ഞാൻ ആ വണ്ടിയെ കയറി എന്തെല്ലാം ചെയ്തിട്ടാണ് എടുക്കുന്നത് നിങ്ങളെല്ലാം കാണാറുണ്ടായിരിക്കും പല വീഡിയോകളും. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ ഞാൻ ചോദിക്കണം, എന്തൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ, എന്തെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൽ എന്തെല്ലാം പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ വണ്ടി എടുക്കാനാണ് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പം പലരും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അറിയാവുന്നവർക്കാണെങ്കിൽ ഓരോരുത്തരും പറയുന്നത് നമുക്ക് തന്നെ തമാശയാണ്ടും ചിരിയാണ്ടും തോന്നും. അങ്ങനെ പഠിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ കഴിയാതെ വരുന്നത്. കാരണം പഠിച്ചു കഴിഞ്ഞവർക്ക് പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി തോന്നും. ഇവർ ഇങ്ങനൊക്കെ ആണല്ലോ പറയുന്നത്, ഇങ്ങനെയാണോ ഒരു വണ്ടി എടുക്കേണ്ടത് എന്ന് നമുക്ക് തോന്നും. കാരണം അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്തത്. കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്നത് കൃത്യമല്ലാത്തതുകൊണ്ടാണ് നിങ്ങളും 2-3 പേരുടെ പ്രാക്ടീസിന് പോയിട്ടും വാഹനം ഓടിക്കാൻ കഴിയാതെ വരാനുള്ള കാരണം. ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും എന്നെ ഇപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്, ഈ ജില്ല വരുമോ. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും
കാണിച്ചു തന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന പോലെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് നിങ്ങൾ ആ കമന്റായിട്ട് ഒന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. പലരും ഇപ്പോഴും വാട്സപ്പിൽ വന്ന് മെസ്സേജിൽ എന്നെ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ദയവ് ചെയ്തോട് പറയാം. നിങ്ങൾ ഒരു കാരണവശാലും വാട്സപ്പിൽ വന്ന് നിങ്ങൾ ചോദിക്കരുത്, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കരുത്. ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്റെ ഈ ഒരു ചാനൽ ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ ചാനലിൽ വന്നൊരു കമന്റായിട്ട് ചോദിക്കാം. ഞാനത് സമയം കിട്ടുന്ന പോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം പലരും ചോദിക്കാറുണ്ട്, വലിയ വീഡിയോ കാണുന്നില്ലല്ലോ. സമയം കിട്ടാത്തതിന്റെ കാരണത്താലും ഒക്കെ കൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടാനുള്ള കാരണം അതാണ്. വലിയ ഇടാൻ സമയം സത്യം പറഞ്ഞാൽ കിട്ടാറില്ല, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ അത് ചെറിയ വീഡിയോ ആണെങ്കിലും വലിയ വീഡിയോ ആണെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഞാൻ ഒന്ന് ഈ വീഡിയോ രൂപത്തിലോ കമന്റായിട്ടോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് സമയം നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുള്ളത് നിങ്ങളത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുക. നല്ലൊരു രൂപയുമായി അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.